എന്റെ അമ്മേ. അയ്യോ കുഞ്ഞെ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. എവിടെ? അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മന്നാടിയന്മാരും ആ പെണ്ണ് ഡോക്ടറും. അയ്യോ കുഞ്ഞെ, ഞാനിവിടെ നിക്കണോ അതോ? തന്നെ ഇവിടുന്ന് ആരും പിരിച്ചുവിടില്ല. ആർച്ചയാ പറയുന്നത്? പെട്ടിയും കിടക്കയും എടുത്ത് ഇറങ്ങുന്ന ആരാന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ കുഞ്ഞെ, ആർച്ച പറഞ്ഞാൽ ഈർച്ചവാളം കേൾക്കും, മനസ്സിലായോ? കയറി പോകത്ത്. മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ പെണ്ണായതുകൊണ്ട് പെങ്ങൾക്ക് മറ്റു ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഈ സേതുവിന്റെ ബുദ്ധിയാ. പെങ്ങളെ എങ്ങനെയുണ്ട്? ഡോക്ടർ ആണായിരുന്നെങ്കിൽ ഒരു കൊലക്കേസും കൂടെ ഞാൻ വാദിക്കേണ്ടി വന്നേനെ. പറ്റിയ പാർട്ടിയല്ലേ. എല്ലാവരും എന്നെ പോലെ ശുദ്ധഗതിക്കാരനാവണമെന്നില്ലല്ലോ അല്ലേ? ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സിനാ അനിയാ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഓടിക്കൊണ്ടേ ഇരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേ ഇരിക്കണം. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. കണ്ണിലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരുടെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? പിന്നെ നിൽക്കണം. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓടി വരണേ. പിന്നെ എങ്ങനെ നല്ലറന്ന്. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയേ മതിയാവും. ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മന്നാടിക്ക് മാറിനാണ് വേദന. കരച്ചിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? പോടോ. പൊക്കോ താൻ പൊക്കോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. പോടോ. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. തലവേദന എടുക്കല്ലേ. അയ്യോ തലവേദന എടുക്കല്ലേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറോ കൊന്നാണോ? ഓ, ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കും സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് പിന്നെ കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയതല്ല അപ്പന് കൊടുക്കും. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് വയ്യേ. എന്താ? പോണോ? പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. എന്താ വേദന എവിടെ? ദേഹമാസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ, എന്താ പട്ടി മോങ്ങുന്നത്? അതോ അത് പട്ടി മോങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖമാ. എന്റെ മന്നാടി ഭഗവതി ഈ മൂന്നും കൂടെ മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ ഇടോ, തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. പോടാ. എന്താ? ഇവിടെ വാ. എനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ, നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാൽ മതി. അങ്ങനെ ഒരു ഗുളിക കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ.
അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ, രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ. വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്. 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്കെതിരെ എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ 1 നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. കുഞ്ഞിതിലിടപെടണ്ട. അടിക്കാനാണെങ്കില് അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? ഉവ്വ്. തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. കുഞ്ഞേ, ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്ന ബുദ്ധി കൊണ്ടാണ്, മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കല്ലേ, പപ്പടം പിന്നെ എടുക്കല്ലേ, ഒരു പപ്പടം പപ്പടമൊക്കെ എടുക്കല്ലേ. അയ്യോ, പൊട്ടി. ആർക്കാ ഇത്? ആർച്ചയ്ക്ക്. ആനയ്ക്കോ? ആർച്ചക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ആ. ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയാമാർ ഡോക്ടർ അടുത്താ കാരണം ചോദിക്കുന്നത്. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിന് ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർച്ച സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ആ തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഡോക്ടർ ആ പാവയ്ക്കാ ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്കാ ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. ആണോ? അയ്യോ, ഡോക്ടറെ എന്തായാലും തന്നില്ല. ഞാൻ കൊടുക്കാം. ആ, വാ, വാ, വാ. കുഞ്ഞെ, 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 കുഞ്ഞെ. എന്താ ഇവിടെ ബഹളം? അല്ല, ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇടൂ. ഇങ്ങനെ കുടിക്കേ. കുടിക്കേ. വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്കേ. നിന്റെ മൂത്ത ചേട്ടനാ പറയണേ കുടിക്കേ. ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ. ഏറ്റു. ആർച്ചേ, ദാ. തന്നെ. പോലെ ആളുണ്ട്. വള്ളക്കരക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ? പഞ്ചീര ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്കാ? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യോടാ? ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. തേടിയ വള്ളി കാലിച്ചുട്ടി. ഇതിലേ പോയി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. വൈദ്യരെ, അങ്ങനെ ഇവിടെ പോയി. എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. പട്ടി ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നും പറയണ്ട. നിന്റെ മോന്ത ശരിയാക്കി തരാം. കേറട്ട്, കേറട്ട്. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്തതിനിളകി, ഇളയതിന് ആണ്ട് എല്ലാത്തിനും ഇളകി പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ
തൊണ്ടി സഹിതം കയ്യോടെ പിടിച്ചത് നന്നായി വക്കീലേ. ഇനിയെങ്കിലും ഇവനെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യാഹം തളിച്ചാലേ ഇവിടെ ശുദ്ധമാകും എല്ലാവരും. മതി 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 സക്സസ് മന്നാടിയാർ സക്സസ്. മതി 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 മതി. മഞ്ചേശ്വരംകാരുമായിട്ടുള്ള നമ്മുടെ വിശ്വാസവഞ്ചന കേസ് ജയിച്ചു. ജയിക്കും. സേതുരാമൻ വക്കീൽ ഏത് കേസ് വാദിച്ചാലും ജയിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ശിക്ഷ ഉറപ്പാ? അതെ, ശിക്ഷ ഉറപ്പാ. കുറ്റം വിശ്വാസവഞ്ചനയല്ലേ, ശിക്ഷിക്കും. ഞങ്ങളെ വഞ്ചിക്കുന്നവരെ കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ വെറുതെ വിടില്ല വക്കീലേ. മന്നാടിയാന്മാരെ പറഞ്ഞു പറ്റിക്കാൻ മാത്രം ഒരുത്തനും വളർന്നിട്ടില്ല. കേസ് ജയിച്ച സ്ഥിതിക്ക് ആ ജയം നമുക്കൊന്ന് ആഘോഷിക്കണം. അതാ ഞങ്ങൾ മന്നാടിയാന്മാരുടെ രീതി. പറ, എന്തു വേണം? വെള്ളം വേണ്ട, വരുന്ന വഴിക്ക് ഞാൻ ധാരാളം വെള്ളം കുടിച്ചു. ശരിക്കും കുടിക്കേണ്ടി വരും. തൊണ്ട പൊട്ടി വാദിച്ചതല്ലേ, നല്ല ദാഹം കാണും. വെള്ളത്തിന്റെ കൂടെ ഒരു പെണ്ണും വേണ്ടേ? ലേഡീസ് വേണ്ട മന്നാടിയാർ, ഞാൻ അത്രക്കാരനല്ല. ഞങ്ങൾ അത്രക്കാരാണ് വക്കീലേ. വീരേന്ദ്ര, കൊണ്ടുവാ പെണ്ണിനെ. ഏത് പെണ്ണ്? അതൊന്നും വക്കീൽ അറിയണ്ട. വക്കീൽ ആ പെണ്ണിനെ അനുഭവിച്ചാ മതി. എന്റെ മന്നാടി ഭഗവതി, എന്നെ എങ്ങാനും ആണ് ഇവന്മാര് കണ്ടുവച്ചിരിക്കുന്ന കാലം മാടന്മാര്. നരേന്ദ്ര, പോയി വിളിച്ചോണ്ട് വാടാ. അവളെ വിടുവരാ പറഞ്ഞത്. ഇവിടെ ഞങ്ങളെ വെറും ശമ്പളക്കാരിയാ. ശമ്പളക്കാരിയാണെന്ന് പറഞ്ഞ അവളുടെ മേക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. വിടവരെ. അവളെ തൊട്ടാൽ നിനക്ക് പൊള്ളാൻ കാരണം പട്ടി. പിടിച്ച് കെട്ടണം ഈ പട്ടിയെ. തൊട്ടുപോകരുത്, കൊന്നുകളയും ഞാൻ. നിങ്ങളുടെ പെങ്ങളെ തൊട്ടപ്പോ നിനക്കൊക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെയൊക്കെ തന്നെയാണ് എനിക്കും പൊള്ളിയത്. നിങ്ങൾ മാത്രമല്ല പെങ്ങൾക്ക് കാവലിരിക്കുന്നവർ. ലോകത്ത് മന്നാടിയാന്മാർ മാത്രമല്ല പൊന്നാങ്ങളമാർ, വേറെയും ആങ്ങളമാരുണ്ടെന്ന് അറിഞ്ഞോ? പെങ്ങളെ മാനത്തിന്റെ വില മാളികയിലും കുടിലും ഒന്നാടാ. ഇവളെന്റെ പെങ്ങളാ. മതി മന്നാടി സേവ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. നിൽക്കണ്ട, എന്നാലും ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. തുറക്കവിടാ. വേണ്ട, പോവാൻ തീരുമാനിച്ച പിന്നെ പഴക്കം തന്നെ എന്തിനാ? മന്നാടിയാന്മാർ നാറികളാണെങ്കിലേ ഞാൻ പരമനാറിയാ. നീ കയ്യിൽ നിന്ന് വിടും. വിട്ടേ. ഇങ്ങോട്ട് ഇറങ്ങി ഓടാ. തർക്കിച്ച് തടിതപ്പാവെന്ന് കരുതണ്ട. തല ഇവിടെ വെട്ടിവെച്ചിട്ട് പോകുന്നു, അതോ ഞാൻ വെട്ടണോ? ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തില്ലടാ. ചതിച്ചവന്മാരെ ചതയ്ക്കാതെ വിട്ടാൽ മന്നാടിയാർമാർക്ക് ഉറക്കം വരില്ലടാ. MBBS ഡോക്ടറാണെന്ന് പറഞ്ഞ് നീ ഇവളെ കൊണ്ട് മന്നാടിയാന്മാരുടെ മേളിൽ ചെളിവാരി പൊത്തി അല്ലടാ ചട്ടെ. പൊത്തി. വണ്ണം കുറയ്ക്കാൻ വീരേന്ദ്ര മന്നാടിയാരെ നീ വട്ട ഓടിച്ചില്ലടാ വഞ്ചക. ഓടിച്ചു. ഞങ്ങളുടെ പാവ ആർച്ചയെ കൊണ്ട് നീ പാവയ്ക്കാതെ കുടിപ്പിച്ചില്ലടാ പാവി. കുടിപ്പിച്ചു. ആർച്ചയെ കൊണ്ട് ഇനിയും പാവയ്ക്കാൻ നേരി ഞാൻ കുടിപ്പിക്കും. കുടിപ്പിക്കോ? വീരേന്ദ്ര മന്നാടിയാരെ കൊണ്ട് ഇനിയും ഞാൻ ഓടിപ്പിക്കും. നീ ഓടിപ്പിക്കോ? ചെളിയല്ല, ചാണകം വരെ തേപ്പിക്കും. നീ ചാണകം തേപ്പിക്കോ? കുറ്റസമ്മതം നടത്തി തടിതപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്നാടിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അടിച്ച് ചള്ള പൊട്ടിക്കടാ. ആരെ? ഈ പന്നി. ആങ്ങളെയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയടാ ഇവന്റെ ഈ കണ്ണ്. അയ്യോ, കണ്ണു പൊട്ടിച്ചാ ഞാൻ എങ്ങനെ ഉറങ്ങും മന്നാടിയാരെ? നിർത്തടാ. പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മന്നാടിയാന്മാർക്ക് പെരുത്തിഷ്ട. ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു, നന്നായി ബോധിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തു. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോയ മഞ്ജുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. മന്നാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത്. വേണ്ട, ആങ്ങളെയും പെങ്ങളും ഇനി ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ ഈ ഫോട്ടോ ഫോട്ടോ കൊണ്ടുപോയി വക്കീലിനെ മുറി ഫ്രെയിം ചെയ്ത് വെക്കടാ. നിന്റെ അയ്യേ, എല്ലാരും പോ. ഈശ്വര സാർ, ഈശ്വരനിപ്പോ എന്റെ കൂടെ. ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മന് പോലും തടുക്കാൻ ഒക്കില്ല. പിന്നെയാണോ നീ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ തൂക്കണം? തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ചു ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? അതൊരു കളിയാടാ. നീ ഇനി കണ്ടോ പൂരം? ഓ പൂരം. എന്താ പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എൻ്റേത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം. ജീവിതത്തിൽ എന്നും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. എന്താ 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 അടി അടി. അയ്യോ, എന്തൊരു കഷ്ടമായത്. എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരാടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്. എടാ, എവിടെയാവൻ?
കണ്ടവൻ എവിടെയാണ്? വക്കീലേ എവിടാ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അവന്മാര് തല്ലി ചത്തോളും. പ്രേതവിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. അടിച്ചു ജയിച്ച ചേകവരായിട്ട് അവൻ പോയടാ മന്നാടി വീട്ടിലേക്ക്. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചോളാം ഞാൻ. വീരേന്ദ്ര വേണ്ട. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് വറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളക്കും പെങ്ങക്കും? എന്തോ ആ നിക്ക്. മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. സേതു? അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. ആ പെൻഷനായല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാണ്. അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ. എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയമായോ? ഇല്ലെന്നേ, ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര് പോലീസുകാരാ? പോലീസുകാരല്ലെന്നേ, പിന്നെ? ആ ഇടിവണ്ടികളെ. ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ. ആ ഗജേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി. വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി. നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. നിക്ക് നിക്ക്, അവിടെ നിക്ക്. എങ്ങോട്ടാ? അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാമെന്ന് ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂല്? എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? ചുരുട്ടിക്കുട്ടി പട്ടികറി ഞങ്ങള്. പോകാൻ പറ്റില്ല. ഇതെന്റെ ആൾക്കാരാണ്. ഇത് ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ടത് ചെയ്യൂ. ഓ, എന്റെ കണ്ടക ശനി. ഈ ചെണ്ട അങ്ങോട്ട് കേറി. ചേച്ചി നടക്ക്. അയ്യോ. അയ്യോ, നമ്മുടെ ഒരു കോലം കണ്ടില്ലേ? ചേട്ടാ, ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ,